പ്രശാന്ത് സർ, കെ.സി. വേണുഗോപാൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് കോൺഗ്രസിന്റെ ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെയാണ് പൊതുവെയുള്ളൊരു ധാരണ. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ. എപ്പോഴും നമ്മുടെ ദേശീയ നേതാക്കളുടെ കൂടെ, രാഹുൽ ഗാന്ധിയുടെ കൂടെ, സോണിയാഗാന്ധിയുടെ കൂടെ എപ്പോഴും അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു മുഖം എന്നുള്ള രീതിയിൽ കെ.സി. വേണുഗോപാൽ വളർന്നുകൊണ്ടിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വളർന്ന ഒരാളാണ്. നമ്മുടെ കെ സുധാകരനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ കെ.സി. വേണുഗോപാലിന്റെ കറുത്ത കരങ്ങളാണെന്ന് കോൺഗ്രസിനകത്തും പുറത്തും സംസാരമുണ്ട്. കെ.സി. വേണുഗോപാലിനെതിരെയുള്ള കോൺഗ്രസിനകത്തു നിന്നുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളുടെ ആള് തന്നെ, നിങ്ങളുടെ കാല് വാരി എന്നൊക്കെ കോൺഗ്രസിനോട് പറയുമ്പോൾ അത് കെ.സി. വേണുഗോപാൽ ആകുമ്പോൾ ഇത്തരം പ്രസ്താവനകളെ എങ്ങനെ നേരിടാനാകും? അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ഇത്തരം പ്രസ്താവനകളെ? ഒരു യാഥാർത്ഥ്യമില്ല. ആധികാരികമായിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ തിരക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. കെ.സി. വേണുഗോപാലിനകത്ത് റോളും ഇല്ല. സുധാകര വധത്തിൽ കെ.സി. വേണുഗോപാൽ ഒരു റോളും ഇല്ല. നമ്മൾ എത്ര പറയുമ്പോഴും കെ.സി. വേണുഗോപാല് നമ്മൾക്കറിയാം, കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോഴും മാധ്യമങ്ങളിൽ ശ്രദ്ധ വന്നിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ കെ.എസ്.യുവിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോഴും വന്നിട്ടുണ്ട്. അയാൾ എം.എൽ.എ ആയിട്ടിരിക്കുമ്പോഴും എം.പി ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ഇവിടത്ത് നിന്നാൽ വീണ്ടും ജയിക്കാൻ സാധ്യത ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടായിരുന്ന നേതാവ്, എപ്പോഴും മാധ്യമങ്ങളുടെ ഇടയിൽ നേതാവെന്നുള്ള പരിവേഷത്തിൽ നിന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരു സുപ്രഭാതത്തിൽ പറയുന്നത് പോലെ ഡൽഹി രാഷ്ട്രീയത്തിൽ വരുന്നു. ഡൽഹിയിലെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പദവി എന്ന് പറഞ്ഞാൽ, നമ്മൾ പല കാര്യത്തിലും അദ്ദേഹത്തിനകത്ത്, ചില കാര്യത്തിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസിനകത്ത് ഇപ്പം ഈ ഖാർഗെ എന്ന് പറയുന്ന 3 പേര് കൂടി താങ്ങിയെടുത്ത് JCB കൊണ്ടൊന്ന് എണീപ്പിച്ച് നിർത്തുന്ന പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ ഔദ്യോഗികമായിട്ട് പ്രസിഡന്റ് എന്നുള്ള ഒരാളല്ലാതെ, അപ്പൊ അത്തരത്തിലൊരു പ്രസിഡന്റ് ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കേസ് വേണം പറയാം. നമ്മള് അതിനകത്ത് യാതൊരു തർക്കമില്ല. എന്ത് കാര്യവും അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ കോൺഗ്രസിനകത്ത് നമ്മൾ പറയും കോൺഗ്രസിന്റെ അകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയ ഗാന്ധി. ഈ 3 പേർക്കും അതൃപ്തിയില്ലാത്ത നേതാവാണ് ഈ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത്. ഈ കെ.സി. വേണുഗോപാലിന് വേറെ കാര്യം കൂടെ ഉണ്ട്. നമ്മള് ഈ പറയുന്ന ആന്റണി വലിയ ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്, അവിടുത്തെ ആളായിരിക്കും. അന്നേരം കോൺഗ്രസിന്റെ പ്രതാപകാലം, കരുണാകരൻ ഇതുപോലെ ഇരുന്ന സമയത്തും കോൺഗ്രസിന്റെ പ്രതാപം, ഇദ്ദേഹം വന്ന സമയത്ത് അതിന്റെ പ്രതാപകാലമല്ല. ഈ പറയുന്ന കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിൽ, ഒരു കാര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഇദ്ദേഹത്തിന്റെ ഭാഗമായിട്ട്, ഗ്രൂപ്പ് വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം വന്ന് കരുണാകരനുമായിട്ട് ഉടക്കി, അല്ലെങ്കിൽ ഈ പറയുന്ന തിരുത്തൽവാദി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടൊന്നും ഇദ്ദേഹത്തിന്റെ കൂടെ ആരും ഇല്ലായിരുന്ന സമയത്ത് കുറച്ചു പേർ മാത്രമേ ഇദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളവരെ പോലും ഇത്രയും വലിയ പൊസിഷനിൽ അവിടെ ഇരിക്കുമ്പോൾ എന്ത് കാര്യവും തീരുമാനിക്കാൻ, കേരളത്തിൽ, ഇന്ത്യയിലുടനീളം കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വലിയ വിലയുള്ളപ്പോൾ കേരളത്തിൽ അദ്ദേഹം ഇടപെടുന്നില്ല പല കാര്യത്തിനകത്ത്. അപ്പൊ നമ്മൾ പത്രക്കാർ വന്ന് ചോദിക്കും മറ്റു കാര്യങ്ങൾ കേരളത്തിൽ തീരുമാനിച്ചത്, പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചത്, KPCC തീരുമാനിച്ചിട്ടുള്ള രീതിയാണ്. ഈ ഇവിടുത്തെ ചാർജുകാരി നമ്മൾ ഈ പറയുമ്പോൾ ദീപാദാസ് മുൻഷി, നിങ്ങൾക്കറിയാം, ഈ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇദ്ദേഹത്തെ മാറ്റുന്നത്. മാറ്റുന്നതിന് കുറ്റം പറയാൻ പറ്റത്തില്ല നീതു. ഞാൻ സത്യം നിങ്ങൾ കേൾക്കണം, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഇദ്ദേഹത്തിന് നല്ലപോലെ ഓർമ്മക്കുറവുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കണ്ണൂര്, ഏറ്റവും അവസാനത്തെ വിഷയം ഞാൻ പറഞ്ഞത്, കണ്ണൂര് യൂത്ത് കോൺഗ്രസിന്റെ വിഷയം അറിയാലോ, സ്തൂപവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. മലമ്പട്ട എന്നാണ് തോന്നുന്നു ആ സ്ഥലത്തിന്റെ പേര്, വ്യക്തമില്ല. എന്തായാലും മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് യൂത്ത് കോൺഗ്രസും അവിടുത്തെ CPM-ഉം തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയും അവിടുത്തെ സ്തൂപം എടുത്തു മാറ്റുകയും രണ്ടാമത് അവിടെ സമാധാന റാലി എന്ന് പറഞ്ഞ റാലി നടത്തുന്നതിനും ആ റാലിയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുന്നതിന് അദ്ദേഹം കണ്ണൂരുകാരനായതുകൊണ്ട് ഈ കണ്ണൂരുകാരനെ തീരുമാനിച്ചു. അവിടെ ചെന്നിട്ട് ചോദിക്കുക, ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ, ഇത് ഏതാ സ്ഥലം, ചുമ്മാ തമാശ പറഞ്ഞല്ല. എന്നിട്ട് ചോദിക്കുക, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അയാളുടെ പേരെന്തുവാ. അതാണ് KPCC പ്രസിഡന്റ് പ്രശ്നം. അതുപോലെ അദ്ദേഹത്തിന് ഓർമ്മയില്ലാതെ വരുന്നത് ഞാൻ കുറ്റം പറയല്ല, പക്ഷെ ഓർമ്മയില്ലാതെ വരുന്ന അദ്ദേഹത്തിന് പ്രായം കൊണ്ടോ അല്ലെങ്കിൽ നമുക്കെല്ലാം നാളെ കാലത്ത് സംഭവിക്കാം. പക്ഷെ ഇത്തരത്തിൽ ഒരാളിനെ KPCC പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ട് ആ പ്രസ്ഥാനം കൊണ്ടുപോകാനൊക്കെ അവരുടെ ബുദ്ധിമുട്ട് എങ്ങനെ? ഒരു പ്രാവശ്യം ഇതുപോലെ പാർലമെന്റ് കൂടി ഇപ്പം വലിയ വിഷയങ്ങളുണ്ടായി. പാർലമെന്റിൽ എന്ത് സംസാരിക്കണമെന്ന് പുള്ളിക്ക്, അല്ലെങ്കിൽ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞതോ, ഭരണപക്ഷത്തെ സീറ്റിൽ കയറിയിരുന്നു. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പിടിച്ചിറക്കിക്കൊണ്ടുവരേണ്ടി വരുന്നു. ആലോചിച്ച് നോക്കി. ആ രീതിയിലേക്കുള്ള ഒരാളെ KPCC പ്രസിഡന്റ് ആയിട്ട് വെച്ചേക്കാൻ ഒക്കത്തില്ലെന്ന് ആരെങ്കിലും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറ്റം പറയാൻ ഒക്കത്തില്ല. അതേ രീതിയിലായിരിക്കും തീരുമാനം. പക്ഷെ തീരുമാനം അപ്പോഴും എടുത്തുകൊള്ളട്ടെ, ഇവിടെ എടുത്തിട്ട് തീരുമാനിച്ചോട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ ചാർജുകാർ തീരുമാനിച്ചോട്ടോ എന്നാണ് കെ.സി. വേണുഗോപാൽ. ഇപ്പൊ കെ.സി. വേണുഗോപാലിന്റെ പുറത്തോട്ടിരിക്കുകയത് ഇവിടുത്തെ പ്രശ്നം. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തെ അവിടെ വിളിച്ചു സംസാരിച്ചു.
നിങ്ങളെ മാറ്റും, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങളുണ്ട് എന്ന് തീരുമാനമുണ്ട്, നമുക്ക് അവിടെ ചില പുനഃസംഘടനകൾ നടത്തി അടുത്ത 2026 തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതുണ്ടെന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇരുന്ന് തീരുമാനിക്കുകയും അതിനകത്ത് ഒരുപക്ഷെ ചർച്ചയ്ക്കകത്ത് പോലും കെ.സി. വേണുഗോപാൽ ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീരുമാനിക്കുകയും ഇവിടെ പറഞ്ഞു വിട്ടപ്പോൾ നേരെ വിറച്ചിട്ട് അവിടുന്ന് ഇവിടെ അതെല്ലാം സംബന്ധിച്ച് ഇവിടെ വന്നപ്പോൾ പുള്ളി പ്ലേറ്റ് അങ്ങ് മാറ്റി. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന 3 പേരുണ്ട്. KPCC പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സുധാകരനെ ഇതുപോലെ ഉപയോഗപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതിന്, ഏറ്റവും അവസാനം ഇദ്ദേഹം KPCC പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷം പ്രസംഗം എഴുതി കൊടുക്കുന്നത് പോലും അല്ലെങ്കിൽ ഇവരാണ്, അത്തരത്തിൽ പോലും ഓർമ്മയില്ലെന്ന്. ഒന്ന്, സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള KPCCയുടെ ചാർജുകാരെ M. ലിജു, ആലപ്പുഴ എന്നുള്ള അറിയാവുന്ന സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് വന്നു, ആലപ്പുഴ DCC പ്രസിഡന്റ് ആയിട്ടുള്ള M. ലിജു എന്ന് പറയുന്ന ഒരു KPCC ജനറൽ സെക്രട്ടറി. അതുപോലെ തന്നെ K. ജയന്ത്, ഇദ്ദേഹം എനിക്ക് തോന്നുന്നു KPCC ജനറൽ സെക്രട്ടറിയാണ്, കോഴിക്കോടുകാരൻ, ജയന്ത് എന്ന് പറയും, K. ജയന്ത്. അതുപോലെ TU രാധാകൃഷ്ണൻ, ഈ പറയുന്നത് പോലെ മാളയിൽ നിന്നൊക്കെയുള്ള MLA ആയിട്ടുള്ളത് KPCC ജനറൽ സെക്രട്ടറി. ഇവര് 3 കൂടാണ് ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ 3ന്റെയും കൂടെ ഒരു കളിപ്പാവയാണ്. അദ്ദേഹം അവിടുന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ വീണ്ടും ഈ തീരുമാനം അങ്ങനെ വേണ്ട, ഇങ്ങനെ പ്രസ്താവന നടത്തണമെന്നും അല്ലെങ്കിൽ KPCCക്കകത്തും കോൺഗ്രസിനകത്ത് പ്രശ്നം ഉണ്ടാക്കണമെന്നും ഒക്കെ പറഞ്ഞു പോകുന്ന ഈ ഒരു രീതിയിലേക്ക് ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളുടെ പുറകിൽ നിൽക്കുന്നത് ഇവരാണെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചിട്ട്, ഈ പറയുന്ന KC വേണുഗോപാലിന്റെ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല ആയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ചു. രമേശ് ചെന്നിത്തല അപ്രമാദിത്വത്തിൽ അല്ലെങ്കിൽ അധികാരത്തിൽ കേരളം മൊത്തം നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് പോകത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ VD സതീശനാണെങ്കിലും ഒന്ന് ആലോചിച്ചു. ഈ VD സതീശൻ ആദ്യമൊട്ടേ പ്രശ്നമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. VD സതീശൻ എന്ന് പറഞ്ഞാൽ ആദ്യമൊട്ടേ ഇയാൾ ഇരിക്കുന്ന പ്രശ്നമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് കോട്ടയത്തിലെ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ മകനാന്ന് തോന്നുന്നു, അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ മൈക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പറിക്കുന്ന കണ്ടില്ലായിരുന്നു. ഇംഗ്ലീഷിൽ ഏതാണ്ട് കാര്യം ചോദിച്ചോ ഇംഗ്ലീഷ് മറുപടി പറയാൻ ഇയാൾക്ക് അറിയത്തില്ല. ഇംഗ്ലീഷ് അത്തരത്തിൽ അറിയത്തില്ല, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ലല്ലോ. ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി പറയാൻ തോന്നി, ഇയാൾ ഇന്ന് അയാൾ അതിലോട്ട് വെച്ചു, അങ്ങോട്ട് നീക്കി വെക്കുന്നു, അയാൾ ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. ഇതൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ വെച്ചൊരു പരിപാടിക്ക് ഇദ്ദേഹം സ്റ്റേജിലോട്ട് കയറി ഇരുന്നിട്ട് പത്രക്കാരെല്ലാം പ്രതികരിക്കുക, പ്രതിപക്ഷ നേതാവ് വരാൻ താമസിച്ചു. ബാക്കി ഞാൻ പറയുന്നില്ല, നമുക്ക് പറയാൻ കൊടുത്തത് അത് നാട്ടുകാർ മൊത്തം കേട്ടാണല്ലോ. അപ്പൊ ഇതേ രീതിയിലേക്കുള്ള ഒരു KPCC പ്രസിഡന്റ്, ഇയാളെ വെച്ചിട്ട് അങ്ങനെ പോകും. ഇയാള് പണ്ട് ആനയായിരുന്നു, ഇയാളുടെ അച്ഛന് ആനയുണ്ടായിരുന്നു, ആനപ്പുറത്ത് കയറിയിരുന്നു, മറ്റേ അച്ഛന് തഴമ്പുണ്ടായിരുന്നു പറഞ്ഞു. ഇയാളെ എന്തൊക്കെ ഇപ്പൊ തഴമ്പുണ്ടോ? ഇയാളെ അതിന് കൊള്ളാവോ? പണ്ട് ഇയാൾ വലിയ ഗിറൊക്കെ ആയിരിക്കും, പക്ഷെ ഇപ്പൊ ഈ ഗിറിന് ഓർമ്മയില്ല. ഈ ഗിറിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ഇപ്പൊ അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വന്തം ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ വെട്ടി ചെന്ന് നിന്നിട്ട് ആ വീട്ടുകാരെ വാതിക്കെ അടിയിട്ട് ചോദിക്കുന്നത് ആരുടെ വീടായി, സുധാകരന്റെ വീട് എന്നുള്ള രീതി ചോദിക്കുന്ന ഒരു KPCC പ്രസിഡന്റ് ആയിട്ട് മാറുന്നു. പാർലമെന്റിൽ അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കേണ്ട ആൾ ഭരണപക്ഷത്ത് പോയിരിക്കുന്നു. മോദിയെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് വിളിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത്തരത്തിലുള്ള ഒരാളെ എങ്ങനെ KPCC പ്രസിഡന്റ് തുടരാൻ? അപ്പൊ അയാൾ തന്നെ തുടരണമെന്ന് ലിജു തീരുമാനിക്കുന്നു, അയാൾ തന്നെ തുടരണമെന്ന് TU രാധാകൃഷ്ണൻ തീരുമാനിക്കുന്നു, അയാൾ തന്നെ തുടരണമെന്ന് K. ജയന്ത് തീരുമാനിക്കുന്നു. അവർ തീരുമാനിച്ചിട്ട് ഈ പാർട്ടിക്കകത്ത് കേരളത്തിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. KC വേണുഗോപാൽ എന്ന് പറയുന്ന ആളാണ് ഇതിനെല്ലാം കാരണമെന്ന് മാധ്യമങ്ങൾ കൂടി പറയിച്ച് അദ്ദേഹത്തെ മോശമാക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. KC അല്ല പ്രതി. ഇതിനകത്ത് ഈ കോൺഗ്രസിനെ ഇപ്പം നശിപ്പിക്കാൻ നിൽക്കുന്നത് ഈ മൂവർ സംഘം തന്നെയാണ്. അടുത്ത ഒരു പുനഃസംഘടന നടന്നാലും ഈ രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു പോയപ്പോൾ കോൺഗ്രസ് ഇവിടെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഇല്ല എന്നാണ് നമുക്ക് ബോധ്യം വരുന്നത്. അതായത് 2026 വേണ്ടി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പണിയെടുക്കുമ്പോൾ കേരളത്തിൽ നിന്നിട്ടുള്ള ഇതുപോലെ കോൺഗ്രസിനെ കൊണ്ടുവരുന്നതിനും കോൺഗ്രസ് നേരാവണ്ണം പോകുന്നതിനും അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെല്ലാം അതിജീവിച്ച് എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് 2026 അധികാരത്തിൽ വരുന്നതിനും സമ്മതിക്കാതെ നിൽക്കുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ലിജുവും രാധാകൃഷ്ണനും ജയന്തും ഒക്കെ ഉണ്ട്. അവരാണ് ഇത് നടത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം KPCC പുതിയ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാ പുനഃസംഘടനയും നടന്നാൽ കൊള്ളാം, അത് നടത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സുഖമായിട്ട് പോകുന്നതിന് വേണ്ടിയോ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയോ ഒക്കെയുള്ള ഒരു കോൺഗ്രസിനെ തയ്യാറാക്കുന്നതിന് ഇവർ ശ്രമിക്കുമ്പോൾ ഇവര് അതിന് തയ്യാറാകുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉരുത്തിരിക്കുമോ എന്നൊക്കെയുള്ളതാണ് നമുക്ക് മനസ്സിലാവും. ഏതായാലും സുധാകരന്റെ ഓർമ്മക്കുറവും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇവർ കളിക്കുന്നു, KCക്കെതിരെ പോലും കളിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് KC വേണുഗോപാലിന്റെ ഒരിടപെടിയിലുമില്ല. സുധാകര വധത്തിൽ KC പ്രതിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് എന്തായാലും സുധാകരനെതിരെ KC വേണുഗോപാൽ കരുനീക്കം നടത്തുന്നു എന്നുള്ളതല്ല. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാലിനെതിരെ സുധാകരനെ വെച്ച് ഒരു കരുനീക്കം നടത്തുന്നു എന്നുള്ളതാണ്.
കെ.സി. വേണുഗോപാൽ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഒരു പങ്കുമില്ലെന്നാണ് വ്യക്തമാവുന്നത്. സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഓർമ്മക്കുറവും ഒക്കെയാണ് ഇതിനൊരു തടസ്സമായി നിന്നതെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരന് മാറേണ്ടി വന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.